എല്ലാവരും കേക്ക് കഴിച്ചിട്ട് പോകട്ടോ. അടിപൊളി കേൾക്കാം. ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നിങ്ങളുടെ അടുത്ത് പറയാതിരിക്കാൻ വയ്യ, നമ്മുടെ അഡാർലോ ആ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറഞ്ഞു. ഒത്തിരി പേര് നല്ല കമന്റ് പറഞ്ഞ്. ഒമർക്ക് റീക്ലൈമാക്സ് സെറ്റ് ചെയ്ത് വന്നപ്പോൾ അത്യാവശ്യം നല്ല അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. ഒത്തിരി പേര് കമന്റ് ബോക്സിൽ നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. പിന്നെ അതുകൂടാതെ നിങ്ങളായിട്ടുള്ള നല്ല കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ നമ്മൾ വന്നത് നമ്മുടെ ജോസഫ്, അതായത് നമ്മുടെ പത്മകുമാർ സാർ സംവിധാനം ചെയ്ത് ജോഷി ചേട്ടൻ നായകനായിട്ട് അഭിനയിച്ച ജോസഫ് എന്ന് പറയുന്ന സിനിമയുടെ 100ാം ദിവസം ആഘോഷിക്കുന്ന ഈ വേളയിൽ അത് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുക എന്നത് എൻ്റെ വലിയൊരു ആശയമാണ്. അപ്പോൾ അത് നിങ്ങൾ കാണാനുള്ള ആഘോഷങ്ങൾ കാണാൻ, അവിടെയുള്ള കേക്ക് മുറിക്കേണ്ട എല്ലാം ഉണ്ട്. ഇപ്പൊ അയ്യോ, നിങ്ങളുടെ അടുത്ത് പറയാൻ പറഞ്ഞത് നമ്മുടെ ജോഷി ചേട്ടൻ, പത്മകുമാർ സാർ, റിൻഷാദൊക്കെ എല്ലാവരും വന്നിട്ടുണ്ട്, ഷാക്കിയൊക്കെ എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അവിടെ പോയി കവർ ചെയ്യാം. അപ്പൊ നിങ്ങളെല്ലാവരും കൂടെ വരാം, നമുക്ക് അവിടെ പോയി കവർ ചെയ്യാം. എല്ലാവരും വരാം, നമുക്കിപ്പോൾ അങ്ങോട്ട് പോവാം. ഇത്രയും ദിവസം ഓടിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇത് കണ്ട നല്ല വാക്കുകൾ പറഞ്ഞവരോടും, ഇതിനോട് സ്നേഹത്തോടും പെരുമാറിയവരോടും, ഈ സിനിമയെ കരുതിയവരോടും എല്ലാം ഞങ്ങളുടെ എല്ലാ ടെക്നീഷ്യൻസിൻ്റെ പേരിൽ ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. 2018 നവംബർ 16-ാം തീയതി നമ്മുടെ മലയാളം പ്രേക്ഷകർക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ദിവസമാണ്. നമ്മുടെ മലയാള സിനിമ, ഇതാണ് നമ്മുടെ മലയാള സിനിമ എന്ന് മലയാള സിനിമയുടെ ആ കാറ്റഗറിയിലേക്ക് എടുത്ത് നീക്കി വെക്കാൻ പറ്റിയൊരു പടം നമ്മുടെ ജോജി ചേട്ടനെ ഒരു പുതിയ വേഷത്തിൽ നമുക്ക് ലഭിച്ചു. നമുക്ക് ആ വേഷം സമ്മാനിച്ച പത്മകുമാർ സാറാണ് നമ്മുടെ ഇപ്പോൾ ഉള്ളത്. സാറേ നമസ്കാരം. നമസ്കാരം. അപ്പോൾ സാറേ, ജോസഫ് എന്ന് പറയുന്ന സിനിമ 100ാം ദിവസം ആഘോഷിക്കുന്നു. അപ്പോൾ സാറിന് ഇപ്പോൾ എന്താണ് നമ്മുടെ പ്രേക്ഷകരോടായിട്ട് പറയാനുള്ളത്, സന്തോഷം പങ്കുവെക്കാൻ? ജോസഫിൻ്റെ വിജയം എന്ന് പറയുന്നത് ഒരു സിനിമയുടെ മാത്രം വിജയമല്ല, മലയാള സിനിമയ്ക്ക് കിട്ടിയൊരു പുതിയ ഊർജ്ജമാണ്. അതായത് ഇത്തരം സിനിമകൾ, നല്ല കണ്ടന്റുള്ള സിനിമകളിൽ അത് ആർട്ടിസ്റ്റ് നല്ല താരങ്ങൾ ഉണ്ടായാൽ തീർച്ചയായും പ്രേക്ഷകർ ഏറ്റെടുക്കും, പ്രേക്ഷകർ അതിനെ വിജയിപ്പിക്കും എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ദൃഷ്ടാന്തമാണ് ജോസഫ് എന്ന സിനിമ. അതുകൊണ്ട് നല്ല സിനിമകളെ ഇനിയും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക, നല്ല സിനിമകളുടെ കൂടെ നിൽക്കുക. ഇതുപോലെ ജോസഫിനെ വിജയിപ്പിച്ചതുപോലെ നല്ല സിനിമകളെ ഇനിയും വിജയിപ്പിക്കുക. അത് പ്രേക്ഷകരുടെ ഒരു ഉത്തരവാദിത്തമായി ഏറ്റെടുക്കുക എന്നാണ് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത്. എല്ലാവർക്കും ഒരുപാട് നന്ദി പറയാനും കൂടെ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നത്. എങ്ങനെയുണ്ടായിരുന്നു സാറേ ജോജി ചേട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്ന നാളുകൾ? തീർച്ചയായും ജോജുവിനോടുള്ള എനിക്ക് ഒരുപാട് കാലമായിട്ട് അറിയാവുന്ന ഒരു സുഹൃത്താണ് ജോജു. ഒരു നടൻ എന്ന നിലയിൽ നിന്ന് മാത്രമല്ല, ഒരു വ്യക്തി എന്ന നിലയിൽ ഞങ്ങൾ നമ്മൾ ഒരുപാട് കാലത്തെ പരിചയമുണ്ട്. ജോജുവിൻ്റെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ മനോഹരമായിരുന്നു, വളരെ മറക്കാനാവാത്തതായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഇതുപോലെ ജോസഫ് പോലെ ഒരു സിനിമ എനിക്കെൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റിയെന്ന് പോലും എനിക്ക് പ്രതീക്ഷയില്ല. അത്രയും മനോഹരമായ അനുഭവം. തീർച്ചയായും ഒരു കൂട്ടായ്മയുടെ വിജയമാണ്. അപ്പോൾ ഞാൻ എൻ്റെ മാത്രം സിനിമയല്ല, അത് ജോജുവിൻ്റെ മാത്രം സിനിമയല്ല, ഞങ്ങൾക്ക് ഒരുപാട് പേർ, ഒരുപാട് ടെക്നീഷ്യൻസ്, ഒരുപാട് ആർട്ടിസ്റ്റുകളും എല്ലാം ഒരേ മനസ്സോടെ നിന്ന് ജോലി ചെയ്തതിൻ്റെ ഒരു ഫലമാണ് ജോസഫ് എന്ന സിനിമയുടെ വിജയം.
ഒരു പുത്തൻ പടം ചരിത്രമായി. അപ്പോൾ അതിന് നമ്മുടെ രഞ്ജിൻ ചേട്ടനാണ് സംഗീതം പകർന്നത്. അപ്പോൾ നമുക്ക് ഈ 100ാം ദിവസം ആഘോഷിക്കുമ്പോൾ എന്താണ് ചേട്ടാ? ഭയങ്കര എക്സൈറ്റഡ് ആണ്. അത് വെറുതെ എപ്പോഴും നമ്മൾ പറയാറുണ്ട് എക്സൈറ്റഡ് ആണെന്നൊക്കെ. പക്ഷേ ആ ഒരു ഇത് ശരിക്കും എന്നെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. ഞാൻ അവിടെയും പറയായിരുന്നു, വോയിസൊക്കെ ഷിവർ ചെയ്യായിരുന്നു. അതായത് സന്തോഷം അതിൻ്റെ കണ്ടന്റ് കൂടി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്. കാരണം എൻ്റെ ആദ്യ സിനിമ 100ാമത്തെ ദിവസം തികയ്ക്കാന്ന് പറയുക, അതിലെ എല്ലാ പാട്ടുകളും പ്രേക്ഷകർ അംഗീകരിക്കാന്ന് പറയുക, എല്ലാവരും അവരുടെ സ്വന്തം പാട്ടുകളായിട്ട് ഓൾറെഡി അത് ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇതെല്ലാം എനിക്ക് കിട്ടാവുന്ന, ഇതിലും കൂടുതൽ എനിക്ക് കിട്ടാനില്ല എന്ന് തോന്നി ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ. അപ്പോൾ എല്ലാ പ്രേക്ഷകരോടും നമുക്ക് ഈ പാട്ടുകളെല്ലാം സ്നേഹിച്ച, പൂമുത്തോളെ സ്നേഹിച്ച, കരിനീലക്കണ്ണ് സ്നേഹിച്ച, പാടവരുമ്പ് സ്നേഹിച്ച, കണ്ണെത്താ ദൂരം, എല്ലാ പാട്ടുകളും ഒരേപോലെ ഗുരുനാഥനെ ഇന്നും 100 ദിവസം കഴിഞ്ഞിട്ട് ഇന്നും എല്ലാവരുടെയും മനസ്സിൽ ഭയങ്കര ഫീൽ ചെയ്യാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു പത്മകുമാർ സാറിന്റെ കൂടെ വർക്ക് ചെയ്യാൻ? ആ ഡേയ്സ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഇത്രയും ഒരു എന്താ പറയുക കിടിലൻ ഡയറക്ടറുടെ ബ്രേക്കായ സിനിമ, അദ്ദേഹത്തിന്റെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഹിറ്റായ മൂവി, ഞാൻ എന്നെ പോലത്തെ ഒരു തുടക്കക്കാരൻ പാർട്ടാവാന്ന് പറയുന്നത് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ലക്കാണ്, ദൈവാനുഗ്രഹമാണ്. അപ്പോൾ അതിനൊക്കെ ഒരുപാട് നന്ദി പപ്പേട്ടനോടും ജോയിച്ചേട്ടനോടൊക്കെ അറിയിക്കാം. എന്തായാലും തുടർന്നും സാറിന് സ്വപ്നങ്ങളൊക്കെ സഫലമാവട്ടെ, പുതിയ ലൈഫ് എല്ലാം അനുഗ്രഹമായി. ജോയിച്ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ ഈ 100ാം ദിവസം ആഘോഷിക്കുന്ന ഈ വേളയിൽ ജോയിച്ചേട്ടാ നമ്മുടെ പ്രേക്ഷകരോടായിട്ട് എന്താ പറയാനുള്ളത്? ഞങ്ങൾക്ക് ഈ മനോഹരമായ 100 ദിവസങ്ങൾ സമ്മാനിച്ച എല്ലാ പ്രേക്ഷകർക്കും, ജോസഫ് കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ഈ സിനിമയോട് കാണിച്ച നല്ല മനസ്സിന്, ഒരു നല്ല സിനിമയോട് നമ്മൾ മലയാളികൾ എന്നും നല്ല രീതിയിൽ പെരുമാറിയിട്ടുള്ളൂ. ഈ ജോസഫിനോട് കാണിച്ച എല്ലാ സ്നേഹത്തിനും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എന്തായാലും താങ്ക് യു ജോസ്. ഷായ്ക്കാരുടെ അടുത്ത് വിജയത്തിന്റെ സന്തോഷം നമുക്ക് പങ്കുവയ്ക്കാം. എങ്ങനെ തോന്നുന്നു ഷായ്ക്ക ഈ സമയം? ശരിക്കും പറഞ്ഞാൽ ഇതൊരു കൂട്ടായ്മയുടെ വിജയമാണ്. ഒരു ചെറിയ സിനിമയാണ്, അങ്ങനെ വലിയ ഒരു പ്രതീക്ഷയുമില്ലാതെ ഇറങ്ങിയ സിനിമ 100 ദിവസം ആഘോഷിക്കുക എന്ന് പറയുന്നത് മലയാളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അപൂർവമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. എന്തായാലും മുഴുവൻ പ്രേക്ഷകർക്കും നിറഞ്ഞ സ്നേഹം, സന്തോഷം. ഐ എം അബൌട്ട് ടോക്ക് ടു മീഡിയ എന്ന യൂട്യൂബ് ചാനലിന് എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. വളരെ ക്രിയേറ്റീവായിട്ടൊക്കെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റട്ടെ. താങ്ക് യു. അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഒത്തിരി നല്ല വീഡിയോസ് ആയിട്ട് ഇനിയും വരാം. എല്ലാവരും നമ്മുടെ ഡാർലിനെ പറ്റി ഒത്തിരി നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പൊ അവരോടൊക്കെ ഒത്തിരി നന്ദി. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം, ഇനിയും നിങ്ങൾ കൂടെ ഇരിക്കണം. അപ്പൊ നല്ല വീഡിയോസ് ആയിട്ട് വരും. അപ്പൊ ഇത്രയും നാളും നമ്മൾ സപ്പോർട്ട് 1K വ്യൂ നമ്മുടെ ആയിട്ടാണ് മറ്റേ ഡാർലവിന്. കുഞ്ഞു സന്തോഷങ്ങൾ നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമാണ്. അതുകൊണ്ട് പറഞ്ഞാണ്. അപ്പൊ ഒത്തിരി പേർക്ക് ഇങ്ങനെ സിനിമയിലേക്ക് വരണം താല്പര്യമുണ്ട്. അവർക്കൊന്നും ഓഡിഷൻ ലിസ്റ്റ് അങ്ങനെ കിട്ടാറില്ല. അപ്പൊ ഞാൻ അവർക്കായിട്ട് വെക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറ്റണതാണെങ്കിൽ കളക്ട് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് തരാം. എന്റെ ഓരോ വ്ളോഗിലും അവസാനം ഞാൻ ആ ഓഡിഷൻ ലിസ്റ്റ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. അപ്പൊ ഇത്രയും നാൾ കൂടെ നിന്നതിനും ഇനി നിങ്ങൾ കൂടിക്കണം. താങ്ക് യു. ഒത്തിരി സന്തോഷം.